തദ്ബീർ വെച്ചാൽ പിന്നിലാക്കാന്ന് പറയാൻ പറ്റും. അതായത് അയാൾ മരിച്ചതിന് ശേഷം അടിമ മോചമായങ്ങ് പോകും. തദ്ബീർ കുർബത്താണ്, ആരാധന. വഹ്വായി അക്വല പോലെ അടിമ പറയും, അല്ല ഉടമ പറയും അന്ത ഹുർറുൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, ഔ ദബ്ബർതുക്കാന്ന് പറയും. അല്ലെങ്കിൽ വേറെയും പറയാം, ഔ അന്ത മുദബ്ബറുൻ എന്നും പറയും. അപ്പൊ അയാളങ്ങ് മോചിപ്പിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ആകപ്പാട് അതേ കാണത്തുള്ളൂ. എന്നാ പിന്നെ മോചിക്കുകയില്ല. പരിഗണിക്കപ്പെടും. സുലുസിൽ നിന്നാണ് പരിഗണിക്കപ്പെടുക. അപ്പൊ എന്റെ അബദിനെ ഞാൻ മോചിപ്പിച്ചു നോക്കുമ്പോ ആകപ്പാടെ 100 രൂപയുള്ളൂ. 100 രൂപ 1000 രൂപയ്ക്ക് വില വരുന്നേ ഉള്ളൂ. അതൊക്കെ ഒരുപാട് അനന്തരഗാമികളുണ്ട്. അതെന്റെ സുലുസാകുന്ന 390,000 രൂപയ്ക്ക് വില വരുന്നതല്ല അബദ്. നബിന് അവിടേക്കും കൊടുക്കത്തില്ല, മോചിപ്പിക്കില്ല, മുദബ്ബർ ആവൂല ഓട്. ഇപ്രകാരം തന്നെ ദുർവ്യയം നടത്തുന്ന ആളായാലും തദ്ബീർ ചെയ്യുന്ന ആള് ദുർവ്യയം നടത്തുന്ന ആളാണ്. ഒരു ഉടമയാണ്, അയാൾ ഭയങ്കര ധാരാളിപ്പുള്ള ആളാണ്. അന്ന് അയാളിൽ നിന്നാലും ശരിയാക്കാവും, അതിന് കുഴപ്പമൊന്നുമില്ല. ലാസബിയും കുട്ടി പറ്റില്ല. യജൂസ് അനുവദനീയമാണ് തഅലീഖുഹു, തദ്ബീറിനെ ബന്ധിപ്പിക്കാം അലാ സിഫത്തിൻ, ഒരു വിശേഷണത്തിന്റെ മേൽ. മിസ്ലു ഇൻ ദഖൽത ദാറ ഫഅന്ത ഹുറുൻ ബഅദ മൗതി. അവിടെ ഇസ്തറത്തു ദുഖൂലു ഖബൽ മൗതി, മരിക്കുന്നതിന് മുമ്പ് കടക്കുന്ന ബന്ധനയുണ്ട്, നിബന്ധന പാലിക്കണം. ഫഇൻ ദബ്ബറ, ഒരാൾ തദ്ബീറാക്കിയാൽ ബഅദ അബ്ദിഹി, അവന്റെ അബ്ദിൽ നിന്നും ബഅദിനെ ഔ കുല്ലമാ യംലികു മിനൽ അബ്ദിൽ മുസ്തറഖി, അല്ല മുസ്തറക്കായ അബ്ദിൽ നിന്നും അവൻ മിൽക്കാക്കി ഒന്നെല്ലാത്തിനെയും. എന്റെയും ഇതിന്റെയും ഇടയിൽ ഒരു അബ്ദുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കും പപ്പാതിയാണ്. അല്ലെങ്കിൽ എനിക്ക് മുക്കാഭാഗവും അയാൾക്ക് കാഭാഗമാണ്. എനിക്കുള്ള മുക്കാഭാഗം ഞാനങ്ങ് മിൽക്കാക്കി, എന്നാ പിന്നെ മുക്കാഭാഗം എന്താവുള്ളൂ, ഹുറാവുള്ളൂ. ബാക്കിയുള്ളത് അവിടെ നിൽക്കും. കാഭാഗം മറ്റേയാൾ പറയണം. വേണമെങ്കിൽ തദ്ബീർ ചെയ്തതിനു ശേഷം അതിൽ മടങ്ങൽ അനുവദനീയമാണ്. ക്രയം ചെയ്യൽ കൊണ്ട്. ലാബിൽ ഖൗലി, ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറയാൻ പറ്റില്ല എന്ന്. വലവ് അത്തത്തിൽ മുദബ്ബറത്തായ ഒരു അടിമപ്പെണ്ണ് കൊണ്ടുവന്നാൽ, ബിവലദിനൊരു കുട്ടിയെ കൊണ്ടുവന്നാൽ, ആ കുട്ടി തുടരുകയില്ല. അവനോട് തദ്ബീറിൽ തുടരുകയില്ല. മർഹൂനായ പെണ്ണിനെ പണയം വെച്ചപ്പോ ആ പെണ്ണ് കുട്ടിയെ കൊണ്ടുവരുമ്പം അവളെ എന്ത് ചെയ്യില്ല, ആ കുട്ടിയെ പണയ വസൂൽപ്പെടുത്തത്തില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞു. ഫസലുൻ അൽ കിതാബത്തു ഖുർബത്തുൻ, മോചനപത്രം എഴുതി കൊടുക്കുക, അതും പറ്റും. ഇവതിന് പകരമായിട്ട് അത് ഖുർബത്താണ്. കേട്ടപ്പറു, അതിനെ പരിഗണിക്കപ്പെടുന്നത് സിഹത്തിലായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മിൻ റഅസിൽ മാലി, മൂലധനത്തിൽ നിന്നേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഫീ മറദുൽ മൗത്തി, മൂലധനം ഒന്നാകെ എടുക്കാം. ഇനി മറദുൽ മൗത്തിലാണെങ്കിൽ സുലുസിൽ നിന്നേ പരിഗണിക്കുകയുള്ളൂ. ഫലാ തസ്ഉ, കിതാബത്ത് പറ്റുന്നതുമല്ല. ഇല്ലാ മിൻ ജായിസ് തസറുഫി, വിക്രയം അനുവദനീയമായവരിൽ നിന്നല്ലാതെ. മഅബദിൻ, ആരോടുകൂടെയാണ്? മഅബദിൻ, ഒരബദിനെയാണ് കിതാബത്ത് നടത്തുന്നത്. എങ്ങനത്തെ അബദാണ്? ബാലിഗിൻ അഖിലിൻ, ബുദ്ധിമാനാണ് അയാള്. പിന്നെന്താണ്? ബുദ്ധിമാനാണ് അയാൾ, പ്രായപൂർത്തിയായ അയാളാണ്. എങ്ങനെയാണ് കിതാബത്ത് നടത്തുന്നത്? അലായിവദിൻ, ഒരു പകരത്തിന്റെ മേലായിട്ട്. ദിമ്മത്തിൽ പകരം, രൊക്കമായിട്ട് അബദിന് പൈസ നടത്തില്ല. ബാലിന് പോയി ജോലിയൊക്കെ ചെയ്ത് കൊണ്ട് കൊടുക്കണം, അതതിന്റെ അർത്ഥം. മഅലൂമി സിഫത്തി, ഇത്രയെന്നറിയപ്പെടണം. അതേപ്രകാരം തന്നെ ഫീ നജ്മൈനി, 2 ഗഡുക്കളെന്നോ ഫഅക്സറയെന്നോ അറിയണം. യഅലമു, അവൻ അറിയണം. മാ യുഅദ്ദി, എന്തിനെയാണ് വീട്ടേണ്ടത് എന്ന്. ഫീ കുല്ലി നജ്മിൻ, എല്ലാ ഓരോ ഗഡുക്കളിലും എത്ര വീട്ടണം എന്നുള്ള അറിയണം. എങ്ങനെയാണ് ഇത് കിതാബത്ത് ശരിയാവുന്നത്? ബിഇജാബിൻ മുനജ്ജസിൻ, മുനജ്ജസായ ഇജാബ് വേണം എന്ന്. വഹുവ കാതബത്തുക അലാ കദ തുഅദ്ദിഹി
ഫീ നജ്മൈനി കുല്ലു നജ്മിൻ കദാ, ഇത്രയും പറഞ്ഞു. ഞാൻ നിനക്ക് 10,000 മേല് എന്നോട് ഞാൻ കിതാബത്ത് നടത്തിയിട്ടുണ്ട്, അതിന് നീ എനിക്ക് തരണം 2 ഗഡുക്കളായിട്ട്, ഓരോ ഗഡുക്കളിലും ഇത്ര എന്ന് പറയണം. അപ്പോഴോ പെയ്ത അദ്വൈത്ത നീ വീട്ടിൽ കഴിഞ്ഞാൽ പാന്തഹുറുൻ എന്നും പറയണം. വഖബൂലിൻ, ഖബൂലും വേണം, സ്വീകാര്യത വേണം അബദിന്റെ ഭാഗത്തുനിന്ന്. പല യജൂസു, അനുവദനീയമല്ല കിതാബത്തു ബഅദി അബദിൻ, ബഅദ് അബദേ ഉള്ളൂ, അവന് കിതാബത്ത് നടത്താൻ പറ്റില്ല. ഇല്ലാ യകൂന ബാഖി ഹുറൻ, മറ്റു ഭാഗം ഹുറായി കിടക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, ബാക്കിയുള്ളതിന് കിതാബത്ത് എടുക്കാം. വലാ തുസ്തഹബ്ബു, ഈ കിതാബത്ത് നടത്തൽ സുന്നത്താക്കപ്പെടുകയില്ല. ഇല്ലാ ലിമൻ, ഒരു അബദിനോടുകൂടെ അല്ലാതെ. യുറഫു, ആ യുറഫു കസ്ബുഹു, അബദിന്റെ വേല അറിയപ്പെടുന്നുണ്ട്. വഅമാനത്തു, അബദിന്റെ വിശ്വാസ്യതയും അറിയപ്പെടുന്നുണ്ട്. വലിൽ അബദി, അബദിന് അനുവദനീയമാണ്. ഫസ്ഖുഹ മതശാ, വേണമെങ്കിൽ ആ കിതാബത്ത് വേണ്ട എന്ന് വെക്കാം എപ്പോഴുദ്ദേശിച്ചാലും. വലൈസ ലിസയ്യിദി, സയ്യിദി ഉടമയ്ക്ക് അനുവദനീയമല്ല. ഫസ്ഖുഹ, അതിനെ ഫസ്ഖ് ചെയ്യൽ, എപ്പോഴൊഴിച്ച്. ഇല്ലാ യജിസൽ മുകാത്തബു അനില്ലദാ, മുകാത്തബായ അടിമ വീടുന്നതിനെ തൊട്ട് അശക്തനായാലൊഴിച്ച്. വൈൻ മാത്തൽ അബ്ദു, അബ്ദങ്ങ് മരിച്ചുപോയാൽ ഇൻഫഖത്ത്, ഇൻഫസഖ, അബത്തിലായി ഇൻഫസഖത്ത്. അവ സയ്യിദു, സയ്യിദാണെങ്കിലോ ഫലാ, അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സയ്യിദിന്റെ അടിമ അനന്തരഗാമിയായി വരുന്ന ആളിന് കൊടുക്കേണ്ടി വരും ഈ അബിദ് പൈസ കൊണ്ടിട്ട്. വയൽസമു സയ്യിദ, ഇങ്ങനെ ഇത്ര രൂപയ്ക്കാണെങ്കിൽ തന്നെയും അയാൾക്ക് നിർബന്ധമാണ് അയ്യഹുഫ അൻഹു, ഈ അബിദിനെ തൊട്ട് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം, വേണ്ട എന്ന് പറയണം. ജുസ്അൻ മിനൽ മാലി വഇൻ ഖല്ല, ഖബൽ ഇത്തിഖിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ യദ്ഫഅഹു ഇലൈഹി, ഇങ്ങോട്ട് മേടിച്ചിട്ട് അവന് തന്നെ കൊടുക്കുകയും ചെയ്യാം. 2 കൊല്ലം ചെയ്യാം. അല്ല ഇത്ര വേണ്ടെന്ന് പറയാം. 10,000 രൂപയ്ക്കാണ് ചെയ്തേക്കുന്ന, 9,000 മതി എന്ന് പറയും. അല്ലെ 10,000 രൂപ മേടിച്ചിട്ട് 2,000 അങ്ങോട്ട് തിരിച്ചു കൊടുക്കും, അങ്ങനെ കുഴപ്പം. അപ്പൊ പിന്നെ നജ്മിൽ അഖീരി, ഈ കൊടുക്കലും വേണ്ട എന്ന് പറയലും അവസാനത്തെ ഗഡുക്കളിലാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്തപൂ, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആ വിട്ടുവീഴ്ച അറുബു, ഒന്നാകെയുള്ളതിന്റെ 4/1 സുന്നത്തുണ്ട്. അപ്പൊ ഇല്ലം യഫ്അൽ, അയാൾ ചെയ്തില്ലെങ്കിലോ ഹത്താ ഖബദൽ മാല, മുതലിന് മുഴുക്കെ അയാൾ പിടിച്ചു, എന്നാൽ ദദ്ദാലൈ ബഅദു, അതിന്റെ ബഅദിനെ അബദിന് മടക്കി കൊടുക്കണം. അത് സുന്നത്ത്, നിർബന്ധമാണെന്നല്ല പറഞ്ഞു. വലാ യഅ്തിഖുൽ മുകാത്തബു, മുകാത്തബായ അടിമ ഇത്തിഖാവുകയില്ല. വലാ ശൈഉൻ മിൻ, അവനൊന്നും ഒന്നും തന്നെ ഇത്തിഖാവുകയില്ല. മാ ബഖിയ അലൈഹി ശൈഉൻ, വല്ല കടവും അവന്റെ മേൽ ബാക്കിയാകുന്നത് വരെ, ബാക്കിയാകുന്ന കാലത്തോളം. ഫയംലിക്കു, അവൻ മിൽക്കാക്കാൻ ബിൽഅഖ്ദി, അഖ്ദ് കൊണ്ട് തന്നെ. മനാഫിഉഹു, അവന്റെ മൻഫഅത്തുകളും വഅക്സാബ്, അവന്റെ ജോലികളും. ഇനിയിപ്പോ ഒന്നും മറ്റാളിന് വിട്ടുകൊടുക്കണ്ട. വഹുവ, അയാൾക്ക് മഅ സയ്യിദി, അപ്പൊ ഒരു ഫാന്റെ രസായിരുന്നു. ഫഹുവ, അപ്പോൾ ഈ മുകാത്തബായ അടിമ മഅ സയ്യിദി, സയ്യിദിനെ അപേക്ഷിച്ച് സയ്യിദിനോട് കൂടെ കൽ അജ്നബി, അജ്നബീനെ പോലെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വലാ യതസവ്വജു, അവൻ കല്യാണം കഴിക്കാൻ പാടില്ല. വലാ യഹബു, അവന്റെ നഫ്സിനെ മറ്റൊരാൾക്ക് ദാനം കൊടുക്കാനും പാടില്ല. വലാ യഅ്തിഖു, അവൻ തനിയെ ഇത്തിഖ് ചെല്ലാനും പാടില്ല. സംഗതി അവന് മേൽക്കൊണ്ടെങ്കിലും ഇത്തിഖാക്കാൻ പറ്റില്ല. വലാ യുഅ്തിഖു ഗൈറഹു, വേറൊരാൾ ഇത്തിഖാക്കാനും പറ്റില്ല. കാരണം ഇയാളെ സ്വതന്ത്രം ആയില്ലല്ലോ. വലാ യുഅ്തിഖു എന്നാണ്. വലാ അതെ, ഭാരതത്തിനകത്ത് കാണുന്നില്ലല്ലോ. വലാ യുഅ്തിഖു വലാ യുഹാബിന ഇല്ലാ ബിഇദ്നി സയ്യിദി, സയ്യിദിന്റെ അനുമതിയോടുകൂടെയല്ലാതെ ഇതൊന്നും പറ്റുന്നതല്ല. വലാ യഅ്തിഖു, അവിടെ ഈ ഭാരതം എന്താന്ന് നോക്കണമല്ല. വലാ യജൂസ്, അനുവദനീയമല്ല. ബൈഉൽ മുകാത്തബി, മുകാത്തബായ അടിമ കച്ചവടം ചെയ്യാൻ പറ്റില്ല. വലാ ബൈഉ മാഫി ദിമ്മത്തി, അവന്റെ ദിമ്മത്തിലുള്ള ഒന്നിനെ കച്ചവടം ചെയ്യാനും പറ്റില്ല. മിനൻ നുജൂമി, ഗഡുക്കളാൽ.
വലതുൽ മുക്കാത്തബത്തായ അടിമയുടെ പെണ്ണ് എത്തിക്കൂ, ആ അടിമയുടെ കുട്ടി അങ്ങ് എത്തിക്കായത് തന്നെ ഇതാ തക്കത്ത് ഓളും എത്തിക്കായാലേ അസുരൻ ഇതാ അവലത ഒരുത്തൻ ഉണ്ടാക്കിയാൽ ജാരിയത്തവും അവന്റെ ജാരിയത്തിനെ അനന്ത് ചെയ്ത് വലതാക്കി, ജാരിയത്തുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഉമ്മുവലതിന്റെ വിദ്യ പറയുന്നു. അവ ജാരിയത്തന്നെ അല്ലെങ്കിൽ ഒരു ജാരിയത്തിനെ അവൻ എന്താക്കി ഇലാത് ചെയ്തു, യംലിക്ക് ബായതിനെ അവൻ മിൽക്കാക്കുള്ളൂ, അല്ലെങ്കിൽ അവ ജാരിയത്ത് ബിനി അവന്റെ മകന്റെ ജാരിയത്തിനെ അവൻ ഇലാത് ചെയ്തു. എന്നാൽ ഫൽ വലതു ഹുർറുൻ, അതിൽ നിന്നും വരുന്ന കുട്ടി സ്വതന്ത്രയാണ്. വൽ ജാരിയത്തിന്റെ പേര് ഉമ്മുവലതെന്നാണ്. ഉമ്മുവലദില്ലഹു, അതുകൊണ്ട് തന്നെ ഓള് ഇത്തിക്കാകുന്നത് വിമോക്കി, ഇവനങ്ങ് മരിച്ചാൽ ചെയ്ത് മരിച്ചാൽ ഓൾ ഇത്തിക്കായി. മനസ്സിലായില്ലേ? ചെയ്തിന്റെ കുട്ടിയാണെങ്കിലും ഹെറു തന്നെയാണ്. അങ്ങനെ ഈലാത് ചെയ്ത് കഴിഞ്ഞാൽ അവളെ ഇനി വിൽക്കാനും പറ്റില്ല, അവളെ മറ്റൊരാൾക്ക് ദാനം കൊടുക്കാനും പറ്റില്ല. അനുവദനീയമാണ് ഇസ്തിഖ്ദാമുക, അവളെ ഖിദ്മത്തെടുപ്പിക്കാം, ഇജാറത്തു അവളെ കൂലിക്ക് കൊടുക്കാം, അവളെ കെട്ടിച്ചു കൊടുക്കാം, കസുബുക അവളുടെ തൊഴിൽ മുഴുക്കയും സയ്യിദിന്റെ പറ്റിലാണ് എഴുതുന്നത്. സവാവും സമാണ് വലതത്തുക, കുട്ടിയെ അവൾ പ്രസവിക്കൽ ഹയ്യനായിട്ടോ മയ്യിത്തനായിട്ടോ, ലാക്കിൻ എങ്കിലും ലൗലം യതസവറു ഫീഹി, ആ കുട്ടിയിൽ തസവറാക്കപ്പെട്ടിട്ടില്ല ഖൽഖു ആദമി, ഒരു ആദമീന്റെ കോലമൊന്നുമില്ല. 4 മാസമായപ്പോൾ ഒളിഞ്ഞ് പ്രസവിച്ചിട്ടു. എന്നാലും തസർ ഓളാവുന്നതല്ല, ഉമ്മ വലതിനാവുന്നതല്ല. ഉമ്മ വലതെന്ന് പറഞ്ഞാല് ഈ ചങ്ങായി മരിക്കലുകൊണ്ട് ഇത്തിക്കാവുന്ന പെണ്ണ്. വലവും അവലത ഒരാൾ എന്ത് ചെയ്തു, ഇലാത് ചെയ്തു, ജാരിയത്തജ്നബിയൻ ഒരന്യവന്റെ അടിമ പെണ്ണിനെ നിക്കാഹ് കൊണ്ടോ ഔസിന കൊണ്ടോ. എന്നാൽ ഫൽവലതു ആ കുട്ടി ആർക്കുള്ളതാണ്? മിൽക്കുൻ സയ്യിദിഹ, അജ്നബിയത്തായ പെണ്ണിന്റെ ഉടമയുടെ കുട്ടിയാണത്. കുട്ടിക്ക് ഉടമയ്ക്ക് മിൽക്കാണ്. ഔബി ശുഭത്തിന് ശുഭത്വത്താണെങ്കിലോ അറിഞ്ഞില്ല അത് ഭാര്യയാണെന്നും പറഞ്ഞിട്ട് അന്യാളിന്റെ അടിമപ്പെണ്ണിനെ എന്ത് ചെയ്തു, ദിന ചെയ്ത് കളഞ്ഞു, 10 ചെയ്തു. എന്നാലും ഹുവ കുട്ടി ഹുറാണ്. ഇനി ഫലവും മലക്കഹ ഉണ്ടോ? അപ്പൊ ഫലവും മലക്കഹ അവളെ മിൽക്കാക്കി ബാദാലിക്ക, ഇതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം ഇവൻ തന്നെ മിൽക്കാക്കി ആ പെണ്ണിനെ. അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണുമായിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു, അന്യ ഒരാളിന്റെ അടിമ പെണ്ണുമായിട്ട് വേഴ്ച നടത്തി. അങ്ങനെ പിന്നീട് ഇയാളെന്ത് ചെയ്തു, ഈ അടിമ പെണ്ണിന് വാങ്ങി. എന്നാൽ ലം തസ്റു ഉമ്മ വലദിൻ ലഹു, അത് അവനുള്ള ഉമ്മ വലതാകുന്നതല്ല. അഥവാ അയാൾ മരിക്കലുകൊണ്ട് ഈ പെണ്ണ് ഇസ്തിഖാവോ ഇല്ല എന്ന് പറഞ്ഞതിന്റെ മാന.